ഷഗത്, ഇപ്പോൾ അവിടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം തുടങ്ങി എന്നുകൂടി പറയുന്നുണ്ടല്ലോ. എന്താണ് പ്രതിഷേധം? ഇവിടെയാണ് പ്രതിഷേധം. SKN എലത്തൂരിലാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. നമുക്കറിയാം, ഒരു നാടിനെ ഒന്നാകെ ബാധിക്കുന്ന വലിയൊരു വിഷയമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിനു മുൻപും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഈ നാട്ടുകാർ ഒന്നാകെ സംഘടിക്കുകയും ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അല്പസമയം മുൻപ് മാനേജർ വന്ന 600 ലിറ്ററാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയിട്ടുള്ളത്. അത് നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളില്ല, അതുടൻ തന്നെ പരിഹരിക്കും എന്നൊക്കെ പറയുമ്പോഴും ഇത് വലിയ രീതിയിലുള്ള ഒരു അപകടം മുന്നിൽ വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നാട്ടുകാരുടെ സംയോജിതമായിട്ടുള്ള ഇടപെടൽ, ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ ഇടപെടൽ കാരണമാണ് നിലവിൽ വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് പോവാതിരുന്നത്. നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും, 600 ലിറ്റർ ഡീസലൊക്കെ ഒരിടത്തേക്ക് പറന്നൊഴുകുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ മേഖലയിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിൽ നാട്ടുകാർ ഇവിടെ സംഘടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ ബാരലുകളിൽ ഇത്തരത്തിൽ ഈ ഡീസൽ കോരി ഒഴിവാക്കുന്ന നടപടി പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് മാനേജർ വന്ന ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങൾ നൽകിയിട്ടുള്ളത്. അഭിലാഷ്, ഇപ്പം നമുക്ക് കാണാം, ഡിവൈഎഫ്ഐയുടെ പ്രകടനമാണ് കാണുന്നത്. അല്പസമയം മുൻപ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ മുൻവശമാണ്. അല്പസമയം മുൻപ് ഇവിടുത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇവിടെ കുത്തിയിരുന്ന സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ ഇരുന്ന് പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം ഒഫീഷ്യൽ കണക്കനുസരിച്ച് 600 ലിറ്ററാണ് ഇവിടെ നിന്നും ചോർന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ് മാനേജർ അല്പസമയം മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടി ഒരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ നിന്ന് 7 ബാരലുകളിലാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ നിന്നും ഇവിടെയുള്ള നാട്ടുകാർ ഇത് കോരി ഒഴിവാക്കിയിട്ടുള്ളത്. അത് ഒഴിവാക്കിയിട്ടില്ല, ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ ഫയർഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരെല്ലാവരും തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമ്മൾ മാനേജറുമായി സംസാരിച്ചപ്പോഴും അതുപോലെ തന്നെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴൊക്കെ തന്നെ അവർ പ്രധാനമായിട്ടും പറയുന്നത് നിലവിൽ ഇതിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, മറിച്ച് അതായത് ഇവിടെ ഇപ്പോൾ പുറത്തേക്ക് ഒഴുകിയിട്ടുള്ള ഈ ഡീസൽ അത് കോരി ഒഴിവാക്കുക മാത്രമേ ഒരു നിർവാഹമുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇതിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ ഡീസൽ ഇവരുടെ ടാങ്കുകളിലേക്ക് നിറയ്ക്കുന്ന ഘട്ടത്തിൽ ഒരു അലാറം അടിയും. കാരണം ഈ ടാങ്ക് നിറയുന്ന ഘട്ടത്തിൽ. എന്നാൽ ഇത്തവണ ആ അലാറം അടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അലാറം തകരാറിലായിരുന്നു. അതിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഡീസൽ ഈ ടാങ്കുകളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവരിത് അറിയാതെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇത് പുറത്തേക്ക് ഒഴുകി എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അത് ഓഫ് ചെയ്യാനുള്ള നടപടി ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ഏകദേശം 600 ലിറ്ററിലധികം ഡീസലാണ് പുറത്തേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടായിരുന്നത്. അതിവിടെയുള്ള ഓടകളിലേക്കും അതുപോലെ തന്നെ കടലിലേക്കും ഓവ് ചാലകളിലേക്കും ഒക്കെയാണ് ഒഴുകിയിട്ടുള്ളത്. ഈ ഓവ് ചാലകളിലെ മത്സ്യങ്ങളൊക്കെ ചത്തുപൊന്തുന്നത് ഇവിടെയുള്ള നാട്ടുകാർ ശ്രദ്ധിക്കുകയും പിന്നീട് നടത്തിയ അന്വേഷണത്തിലുമാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ട് ഈ ഡീസൽ പുറത്തേക്ക് ഒഴുകുന്നതായിട്ട് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഇതൊരു ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിന് സുരക്ഷ ഒരുക്കേണ്ടത് ഈ കമ്പനിയുടെ കൂടി ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇവിടെ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കമ്പനി ഷാജർമാനാണ് വിവരങ്ങൾ നൽകിയത്. എലത്തൂരിൽ ഇന്ധന ചോർച്ചയുണ്ടായി. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ നിന്നാണ് ഇന്ധനം ചോർന്നു പോയത്. ഓടകളിലൊക്കെ തന്നെ ഇപ്പോൾ ഇന്ധനം ഒഴുകുന്നു എന്ന വാർത്തയാണ്. അവിടെ ഇന്ധനം കോരി നിറയ്ക്കുകയാണ്.